മുല്ലപ്പെരിയാർ ഡാം നാളെ തുറക്കും. രാവിലെ 10 മണിക്ക് ഷട്ടർ ഉയർത്തുമെന്ന് തമിഴ്നാട് അറിയിച്ചു. പരമാവധി 1000 ഘനയടി വെള്ളമാണ് തുറന്നുവിടുക. പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, നാളെ മുല്ലപ്പെരിയാർ ഡാം തുറക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. അജിന, റോൾ കർവ് പരിധിയായ 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ രാവിലെ 10 മണിയോടെ മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി പെരിയാറിലേക്ക് വെള്ളമൊഴുക്കാൻ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. 1000 ഘനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുമെന്നാണ് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജലനിരപ്പ് ഉയർന്ന് വീടുകളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ടെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. ഡാമിലേക്ക് നീരൊഴുക്ക് ശക്തമായി തന്നെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 മണിക്കൂർ കൊണ്ടാണ് ജലനിരപ്പ് 136 അടിയിലേക്ക് എത്തിയിരിക്കുന്നത്. 4000 ഘനയടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 2200 ഘനയടിയാണ്. നാളെ രാവിലെ 11 മണിക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുക. രാത്രി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ പാടില്ലെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം തമിഴ്നാട് നൽകിയിട്ടുണ്ട്. 2021 ഡിസംബറിൽ മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് അണക്കെട്ടിൽ നിന്നും പെരിയാറിലേക്ക് വെള്ളമൊഴുക്കിയത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഏതായാലും നാളെ രാവിലെ 10 മണിക്ക് ഷട്ടറുകൾ ഉയർത്തുമെന്ന് തമിഴ്നാട് രേഖാമൂലം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം പെരിയാറിന്റെ തീർപ്പില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ജാഗ്രത കൈക്കൊള്ളണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അജിന, മുല്ലപ്പെരിയാർ ഡാം നാളെ തുറക്കും. രാവിലെ 10 മണിക്ക് ഷട്ടർ ഉയർത്തുമെന്ന് തമിഴ്നാട് അറിയിച്ചിരിക്കുകയാണ്. പരമാവധി 1000 ഘനയടി വെള്ളമാണ് തുറന്നുവിടുക. പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ്.